നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിലൂടെ അധികാരം ലഭിച്ചില്ലെങ്കിൽ അത് എങ്ങനെയും, അതായത് പണം കൊടുത്തു വേണമെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം പല സംസ്ഥാനങ്ങളിൽ BJP നടത്തുന്നു എന്നുള്ളത് വ്യാപകമായി തന്നെ വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. BJP കർണാടകയിലായിരുന്നാലും മഹാരാഷ്ട്രയിലായിരുന്നാലും നിരവധിയായ സംസ്ഥാനങ്ങളിൽ ഇത് അവലംബിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അരവിന്ദ് കെജ്രിവാളിനെ മാറ്റാനും, അതുമാത്രമല്ല ആം ആദ്മിയിലെ നിയമസഭാ സാമാജികരെ, നിരവധിയായ ആം ആദ്മി MLA-മാരെ BJPയിലേക്ക് രാജിവെപ്പിച്ചുകൊണ്ട് BJP അംഗത്വം നൽകാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു എന്നുള്ളത് ആം ആദ്മി നേതാക്കൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷേ അവരാരും തന്നെ ആം ആദ്മി വിട്ട് BJPയിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചില്ല. അതിന് പകരമായി കെജ്രിവാളിനെ വളരെ ശക്തമായി അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടാക്കിയെടുത്തു. മദ്യനയ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഉണ്ടാക്കി അദ്ദേഹത്തിനെ കുടുക്കാനും അദ്ദേഹത്തിനെ ED കൊണ്ടും CBI കൊണ്ടുമൊക്കെ റെയ്ഡ് ചെയ്യിപ്പിക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടത്തുന്നത്. ഇതിനെ BJP ന്യായീകരിക്കുന്നത്, നിങ്ങൾ ഒരു വാഗണർ വണ്ടിയിൽ വരാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ എന്തുകൊണ്ടിപ്പോൾ ജെറ്റുമായി ഈ ഇന്ത്യ മുഴുവൻ പറക്കുന്നു, ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ ആം ആദ്മി വികസിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ ഉള്ള ചില ഡയലോഗുകളാണ് BJP അടിക്കുന്നത്. BJPക്ക് മാത്രമേ ഈ രാജ്യത്ത് പാർട്ടിയെ വളർത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ അതിനുള്ള അനുമതിയുള്ളൂ എന്ന വലിയ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. കോൺഗ്രസിനെ ദ്രവിപ്പിച്ച് കളയുമെന്നും കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുമെന്നും കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്നും ഈ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. അതിനാരാണ് ഇവർക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്? ഈ രാജ്യത്ത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആര് ഇല്ലാതാകും, ആരെ വോട്ടിട്ട് പുറത്താക്കണം എന്നുള്ളത്. അത് BJPയിലെ ഒരു നേതാവോ അല്ലെങ്കിൽ RSSലെ ഒരു വ്യക്തിയോ തീരുമാനിക്കേണ്ട കാര്യമാണോ എന്ന വലിയ ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത് അദ്ദേഹം നടത്തിയിരിക്കുന്ന സേവനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ്. ജനങ്ങൾ 2015-ലും 2020-ലും അദ്ദേഹത്തിന് 70-ൽ 67-ഉം 62-ഉം ഒക്കെ ആയി സീറ്റുകൾ 60-ൽ കൂടുതൽ നൽകി, 4-ൽ 3 ഭൂരിപക്ഷം നൽകി മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി അധികാര കസേരയിലേക്ക് ഏറ്റിയത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഡൽഹി രാഷ്ട്രീയത്തിൽ കെജ്രിവാളിനെ ഒതുക്കിക്കളയാം എന്ന് വിചാരിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ തന്നെയാണ് ജനങ്ങൾക്ക് ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നതെന്ന് ആം ആദ്മി പറഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ ഈ സഖ്യം ആം ആദ്മിയുടെ കണ്ണു തുറപ്പിച്ചുവെന്നാണ് നേതാക്കൾ പറയുന്നത്. പല സാഹചര്യങ്ങളിലും കോൺഗ്രസുമായി ഭിന്നത ഉണ്ടാക്കാൻ ആം ആദ്മി ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ ശത്രു ആരായിരുന്നു എന്ന്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വരുമ്പോഴും അവർ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മറന്നുകൊണ്ട് ഒരു കാര്യവും ചെയ്തിരുന്നില്ല എന്നുള്ളത് ആം ആദ്മി ഓർമ്മിക്കുകയാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കാരണം അഭിഷേക് മനു സിംഗ്വി അടക്കമുള്ള പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ കെജ്രിവാളിൻ്റെ ജാമ്യത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങിയത്.